വാഴൂർ സോമൻ MLA അന്തരിച്ചതിനെ തുടർന്ന് പീരുമേട് മണ്ഡലത്തിൽ ഒഴിവുണ്ടായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് കത്തും ഇമെയിലും വഴി വിവരം കൈമാറിയത്. ഒഴിവ് സംബന്ധിച്ച വിജ്ഞാപനവും നിയമസഭ ഇറക്കി. 8 മാസം മാത്രം കാലാവധി ശേഷിക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലയിരുത്തൽ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിജ്ഞാപനവും വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗത്തിന്റെ കാലാവധി 6 മാസത്തിൽ താഴെയാകും. ജനാധിപത്യ നിയമ ഭേദഗതി പ്രകാരം 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വമേധയാ തീരുമാനമെടുക്കാം. ഇത് ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സൂചന. 2026 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരാൻ സാധ്യതയുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇത്തരമൊരു റിപ്പോർട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനു കൈമാറുക. 14ാം കേരള നിയമസഭയുടെ കാലയളവിൽ അംഗങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയിരുന്നു. കുട്ടനാട്, ചങ്ങനാശ്ശേരി, ചവറ, കോങ്ങാട് മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയത്. ഇതിൽ ചവറയിൽ N. വിജയൻപിള്ള 2020 മാർച്ച് 8-നും ചങ്ങനാശ്ശേരിയിൽ CS തോമസ് 2020 സെപ്റ്റംബർ 27-നുമായിരുന്നു അന്തരിച്ചത്. തോമസ് ചാണ്ടി 2019 ഡിസംബർ 19-നും അന്തരിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യം മൂലമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയതെന്ന വാദമുണ്ട്. സാധാരണയായി സംസ്ഥാന സർക്കാരുകൾ ആലോചിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. എന്നാൽ 15ാം കേരള നിയമസഭയ്ക്ക് 8 മാസം മാത്രം കാലാവധി അവശേഷിക്കെ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സാധ്യത കുറവാണെന്ന സൂചനയുമുണ്ട്. പീരുമേട് LDF ജയിച്ച മണ്ഡലമാണെങ്കിലും ഭൂരിപക്ഷം പൊതുവെ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മണ്ഡലം ഇടത്തോട്ടും വലത്തോട്ടും ചെരിയാൻ സാധ്യതയുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കും. ഇതിനാൽ ഉപതെരഞ്ഞെടുപ്പിനെ സർക്കാർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. കേൽക്കറിന് നിയമസഭ നൽകിയ പീരുമേട് ഒഴിവ് വിവരവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.